ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചൈനീസ് സ്പെഷ്യലായിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. കാണാനൊരു സിമ്പിളാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 6 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വന്നിട്ട് മഞ്ഞയും വെള്ളയും രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ മഞ്ഞ വന്നിട്ട് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമി ആകുന്ന രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തായാലും മഞ്ഞ ആദ്യം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഇതുപോലെ മഞ്ഞനെ മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ വലിയൊരു അരിപ്പ് പോലെയുള്ളതിൽ നമുക്കൊന്ന് ഒരു ക്രീമി ആക്കുന്ന രീതിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒന്ന് അമർത്തി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ആ ഒരു നമുക്ക് ഈ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് ആ മഞ്ഞയുടെ വന്നിട്ട് ആ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ബ്രെഡ് വന്ന് മുകളിലെ ഭാഗം നല്ല ചൂടായിട്ടും ഉള്ളിലെ നമ്മൾ പല സാൻഡ്വിച്ചുകളും കഴിച്ചവരായിരിക്കും, എന്നാലും ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് അതുപോലെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടാണ് നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. സാധാരണ മുട്ടയുടെ മഞ്ഞയ്ക്ക് തന്നെ നല്ലൊരു ക്രീമി പോലെയുള്ളൊരു ടെക്സ്ചറാണ്, എന്നാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു വ്യത്യാസം ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അതായത് നമുക്കിപ്പോൾ നമ്മൾ ചെറിയ ബട്ടർഫ്ലൈസ് ഒക്കെ തൊട്ടാൽ നമ്മുടെ കയ്യിൽ നനവുണ്ടെങ്കിൽ ആ നനവിൽ നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ ആ ചിറക് നമ്മുടെ കയ്യിൽ ഒട്ടുമ്പോൾ അതിൻ്റെ കളർ നമ്മുടെ കയ്യിൽ തന്നെ ആവും. എന്തിനാ അങ്ങനെ പറഞ്ഞു തന്നാൽ അതുപോലെ അത്രയും ഒരു ക്രീമി പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞ. അതുകൊണ്ടാണ് പറഞ്ഞാൽ അത്രയും നല്ലൊരു സോഫ്റ്റ് ആവും നമ്മുടെ ഈ മഞ്ഞ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കി എടുക്കുമ്പോഴാണ് ഈ ഒരു സാൻഡ്വിച്ചിന് തന്നെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 3 ടീസ്പൂൺ മയോണൈസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ ഒന്ന് സ്റ്റാൻഡൊക്കെ ഇളക്കിയപ്പോൾ അത് ആടിയപ്പോൾ ഞാനത് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചിലവർ വിചാരിക്കും ഇതിലെന്താ ഇപ്പോൾ ഇത്ര വലിയൊരു ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ചിലവർ വീഡിയോ പകുതിയിൽ തന്നെ കട്ട് ചെയ്ത് പോകുന്നവരായിരിക്കും. എന്നാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ സാൻഡ്വിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്, നിങ്ങൾ കട്ട് ചെയ്ത കാണുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും, പക്ഷേ നമ്മൾ ഇതുപോലെ നമ്മൾ ആക്കുന്ന സമയത്ത് ശരിക്കും അതൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം വീണ്ടും അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും തോന്നണ്ട. നമ്മളിപ്പോൾ ചില ഫുഡൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ചെയ്യേണ്ട അവസാനം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യുന്ന റെസിപ്പികൾ കാണുമ്പോൾ ഇതിലെന്താ വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ചൈനീസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. നമ്മളത് ഇതുപോലെ നമ്മുടെ മഞ്ഞ ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സോഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കേട്ടോ. മയോണൈസ് കൂടുതലായിട്ട് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഇതും ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ മയോണൈസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് ആണെങ്കിൽ കേട്ടോ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം മയോണൈസും നമ്മുടെ സോസൊക്കെ ഞാൻ വീട്ടിലിപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിന് വേണ്ടി ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മളിതിലെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മയോണൈസ് എല്ലാം ആവശ്യാനുസരണമായി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ബ്രെഡിൻ്റെ അരികളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഈ ഒരു ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് ചൂടാക്കിയില്ലെങ്കിൽ നമുക്കത് അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോക്കിൽ ഒരു ഭംഗി എന്ന് പറയുന്ന സമയത്ത് ആ ബ്രെഡിൻ്റെ ആ വൈറ്റും സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഒരു ആ മുട്ടയുടെ ആ ഒരു മഞ്ഞയും കാണുമ്പോൾ അതൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ കുറച്ച് മയോണൈസും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. പക്ഷേ അല്ല, നിങ്ങൾക്ക് ചൂടാക്കി കഴിക്കാനാണെങ്കിൽ താല്പര്യം ചൂടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ സാൻഡ്വിച്ച് മേക്കറിലാണ് ചൂടാക്കുന്നത്. അപ്പോൾ അത് തന്നെ വേണം, നിർബന്ധമില്ല. നമ്മുടെ അടുത്ത് ഏതാ ഉള്ളത് അപ്പോൾ അതുപോലെ
അതിൽ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ പോലെ കിട്ടാനായിട്ടാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ സാധാരണ നിങ്ങൾ ദോശക്കല്ലിലാണെങ്കിൽ ദോശക്കല്ലിൽ തേച്ച് കൊടുത്താലും മതി കേട്ടോ. നമ്മളിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മുകളിലെ ഭാഗം കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒരുവിധം നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ബട്ടർ കൂടെ തേച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കാം. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ഒരുവിധം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ ഏകദേശം ചൂടായെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ ചെയ്യുന്ന സമയത്താണ് അതങ്ങനെ അമർന്ന് പോയത് കേട്ടോ. സാൻഡ്വിച്ച് നമ്മൾ സാധാരണ ദോശക്കല്ലിലാവുന്ന സമയത്ത് അമർന്ന് പോവില്ല. ആ ഒരു ഫില്ലിങ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ വെച്ച് അമർത്തുമ്പോൾ അതങ്ങനെ അമർന്ന് പോവുകയാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. കഴിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാണാനൊരു ഈസി റെസിപ്പിയാണ്. ഇതിനേക്കാളും എളുപ്പത്തിലൊരു സാൻഡ്വിച്ച് ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ സോസൊക്കെ മുക്കി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സാൻഡ്വിച്ച് ഒരു ഫേവറേറ്റ് റെസിപ്പി എന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കി നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കാണാൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.